അടുത്തതാണ് റിഗ്രഷൻ അനാലിസിസ്. റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്. മിക്കതും എക്സ് എന്ന് പറയുന്നത് ഒരു ഇയർ ബേസ്ഡ് ആയിട്ടായിരിക്കും, അഥവാ ടൈം പീരീഡ് ആയിരിക്കും. വൈ എന്ന് പറയുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാരിയബിൾ ആയിരിക്കും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഒരു വൈയുടെ വേരിയബിൾ കാണാതെ ഇരിക്കുക, അല്ലെങ്കിൽ എക്സിന്റെ വേരിയബിൾ നമുക്ക് അറിയാതിരിക്കുക, ഏതെങ്കിലും ഒരു വേരിയബിൾ അറിയാതിരിക്കുകയാണെങ്കിൽ, ആ വാല്യൂ അറിയാതിരിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിന്റെ ഡിപ്പെൻഡൻസി അഥവാ ഇതിന്റെ ഒരു റിലേഷൻ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ അത് കണ്ടുപിടിക്കാൻ പറ്റും, എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കുന്നതാണ് റിഗ്രഷൻ അനാലിസിസ്. അതിന്റെ ബേസിക് ആയിട്ടുള്ള മെത്തേഡാണ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. ലീസ്റ്റ് സ്ക്വയർ മെത്തേഡിൽ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു a പ്ലസ് ബി എക്സ് ആണ് ട്രെൻഡ് ലൈൻ എന്ന് വരുന്നത്. ഈ എയും ബിയും കോൺസ്റ്റൻസ് ആണ്, റിഗ്രഷൻ കോൺസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ വൈ ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്, സിഗ്മ എക്സ് വൈ ഈക്വൽ ടു എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. നമുക്ക് ഓഡ് നമ്പർ ഓഫ് ഡാറ്റ ആണ് തന്നിരിക്കുന്നതെങ്കിൽ വെച്ചാൽ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ പോലെ 1 2 3 4 5 6 7 ഡാറ്റ, 7 ഇയേഴ്സിന്റെ ഡാറ്റ ആണ് തന്നിരിക്കുന്നത്. അതൊരു ഓഡ് നമ്പർ ഓഫ് ഡാറ്റ ആണ്. അങ്ങനെ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു മെത്തേഡും, ഈവൻ നമ്പർ ഓഫ് ഡാറ്റയ്ക്ക് വേറൊരു മെത്തേഡും ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു പ്രൊഡക്ഷൻ റേറ്റ് ഫോർ ഡിഫറെന്റ് ഇയേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ടു എസ്റ്റിമേറ്റ് ദ പ്രൊഡക്ഷൻ ഫോർ ഇയർ 2012. ഒരു തരാത്ത ഒരു വർഷത്തെ ഒരു പ്രൊഡക്ഷൻ റേറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് സോൾവ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഇയറും പ്രൊഡക്ഷനും നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ എഴുതി കൊടുക്കുക. അതിനുശേഷം എക്സ് കണ്ടുപിടിക്കുന്നത് ഇയർ മൈനസ് ഒറിജിൻ അഥവാ മിഡിൽ വാല്യൂ. ഓഡ് നമ്പർ ഓഫ് ഡാറ്റ ആണെങ്കിൽ മിഡിൽ വാല്യൂ ആണ് എടുക്കുന്നത്, മിഡിൽ എക്സ് ആണ് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇവിടുത്തെ മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് 205 ആണ്. അപ്പോൾ ഇയർ മൈനസ് 2005 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ 2005യുടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടുന്നത് 0 ആയിരിക്കും. താഴോട്ട് 1 2 3, അതിന് മുകളിലോട്ട് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ കിട്ടും. 1 2 3 -1 -2 -3 എന്നുള്ള ഡാറ്റാസ് നമുക്ക് ഇതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം ഈ എക്സിന്റെ വാല്യൂ സ്ക്വയർ ചെയ്യുക, അത് എഴുതിയെടുക്കുക. അതുപോലെ തന്നെ ഈ എക്സും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവസാനത്തെ കോളത്തിൽ ആഡ് ചെയ്ത് വെക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. അതിന്റെ സമ്മേഷൻ നമുക്ക് അടിയിൽ കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന നേരത്തെ കണ്ടുപിടിച്ചിരുന്ന രണ്ട് ഇക്വേഷൻ ഉണ്ട്. സിഗ്മ വൈ ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്. അതിൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക ഡാറ്റാസ് എല്ലാം. സിഗ്മ വൈ നമുക്കറിയാം 637 ആണ്. 7 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡാറ്റ 1 2 3 4 5 6 7. 7a പ്ലസ് ബി സിഗ്മ എക്സ്. സിഗ്മ എക്സ് നമുക്കറിയാം 0 ആണെന്നുള്ളത്. അപ്പൊ ബിയുടെ വാല്യൂ നമുക്ക് എന്താവും, ഇഗ്നോർ ചെയ്ത് കളയാൻ പറ്റും. 637 ഈക്വൽ 7a എന്ന് കിട്ടും. എനെ അവിടെ തന്നെ വെച്ചിട്ട് 7 എന്ന് പറയുന്ന ഒരു ടേമിനെ അടിയിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ a ഈക്വൽ ടു 637 ഡിവൈഡഡ് ബൈ 7 വിച്ച് ഇസ് ഈക്വൽ ടു 91. എയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനായ സിഗ്മ എക്സ് വൈ ഈക്വൽ ടു എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. സിഗ്മ എക്സ് വൈ നമുക്ക് കണ്ടുപിടിച്ച് 298 ആണ്. എ ഇൻറ്റു സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്. പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 28 ആണ്. ഈ ഒരു ടേം നമുക്ക് ഇഗ്നോർ ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ബി അവിടെ വെച്ചിട്ട് 28നെ ഇതിന്റെ അടിയിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബി ഈക്വൽ ടു 298 ഡിവൈഡഡ് ബൈ 28 വിച്ച് ഇസ് ഈക്വൽ ടു 10.64. ഇപ്പൊ നമുക്ക് എയുടെ വാല്യൂ ബിയുടെ വാല്യൂ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് ലൈനിലോട്ട് അത് ഇട്ട് കൊടുക്കാൻ പറ്റും. വൈ ഈക്വൽ ടു എ പ്ലസ് ബി സിഗ്മ എക്സ്, y equal to 91 plus 10.64 into x. 2012 എന്റെ ഡാറ്റ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 2005 0 ആണെങ്കിൽ 2006 1, 2007 2, 2008 3, 2009 എന്ന് പറയുന്നത് 4, 2010 എന്ന് പറയുന്നത് 5, 2006 എന്ന് പറയുന്നത് 6, 2007 എന്ന് പറയുന്നത് 2005 എന്ന് പറയുന്നത് 0, 6 1 7 2 8 3 9 4 10 5 11 6 12 7. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്ര കണ്ടുപിടിക്കണം. സോ ഫോർ ദ ഇയർ 2012 എക്സ് വിൽ ബി 7. y ഈക്വൽ ടു 91 പ്ലസ് 10.64 ഇൻറ്റു എക്സ് എന്നുള്ളടത്ത് 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2012 വരുന്ന പ്രൊഡക്ഷൻ റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഈവൺ നമ്പർ ഓഫ് ഡാറ്റ ആണെങ്കിൽ 1 2 3 4 5 6
6 ഇയേഴ്സ് ഉള്ളൂ അഥവാ ഈവൻ നമ്പർ ഓഫ് ഡാറ്റ ആണെങ്കിൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും എന്ന് നോക്കാം. നേരത്തെ പോലെ തന്നെ ഇയർ എഴുതി വെക്കാം, പ്രൊഡക്ഷൻ എഴുതി വെക്കാം. ഇവിടെ എച്ച് എന്ന് പറയുന്നത് ഇയർ മൈനസ് മിഡ് ഇയർ ബൈ ഹാഫ്. ഇവിടെ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കുന്നത് 2007, 8, 9, 10, 11, 12 ഉണ്ട്. ഇതിന് മിഡിൽ വാല്യൂ നമുക്ക് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് 2009.5 എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ 0.5 വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡഡ് ബൈ ഹാഫ് അതോ 0.5 ആയിട്ട് ഡിവൈഡ് ചെയ്യും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ 2009 മൈനസ് 2009.5 ഡിവൈഡ് ബൈ 0.5 മൈനസ് 1 അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് മുകളിലോട്ട് പോവുക. സിമിലർലി ആ സെയിം വാല്യൂസ് തന്നെ ആയിരിക്കും താഴോട്ട് വരുന്നത്. സിഗ്മ എക്സ് നമുക്ക് 0 കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു മെത്തേഡാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ എക്സ് വാല്യൂസ് സ്ക്വയർ ചെയ്യുക, അതുപോലെ തന്നെ എക്സ് ഇൻറ്റു വൈ കണ്ടുപിടിക്കുക. ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ടോട്ടൽ സമ്മേഷൻ നമ്മൾ എഴുതി വെക്കാം. സിമിലർ സ്റ്റെപ്സ് തന്നെയാണ്. ട്രെൻഡ് ലൈൻ എഴുതി വെക്കുക, y ഈക്വൽ ടു a പ്ലസ് ബി എക്സ്. എയും ബിയും നമുക്ക് കണ്ടുപിടിക്കണം. അത് നമുക്ക് രണ്ട് ഇക്വേഷൻ ആണുള്ളത്. സിഗ്മ y ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്, സിഗ്മ എക്സ് വൈ ഈക്വൽ ടു എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. നമ്മുടെ വാല്യൂസ് എല്ലാം ഇതിലേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എയുടെ വാല്യൂ നമുക്ക് കിട്ടും, ബിയുടെ വാല്യൂ നമുക്ക് കിട്ടും. ട്രെൻഡ് ലൈനിലോട്ട് നമുക്ക് അത് ഡിനോട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരുന്നത് 2014 എന്ന് പറയുന്ന ഒരു ഇയറിൽ അതിന്റെ പ്രൊഡക്ഷൻ റേറ്റ് കണ്ടുപിടിക്കാനാണ്. എച്ച് ഫോർ 2014 എന്ന് പറയുന്നത് 2014 മൈനസ് 2009.5 ഇതായിരുന്നു നമ്മുടെ മിഡ് വാല്യൂ ഡിവൈഡ് ബൈ ഹാഫ്. ഇതായിരുന്നു നമ്മുടെ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 9 എന്ന് നമുക്ക് കിട്ടും. y ഈക്വൽ ടു 132.5 പ്ലസ് 10.3 ഇൻറ്റു 9 നമ്മുടെ പ്രൊഡക്ഷൻ റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും.